സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നിങ്ങൾക്കറിയാവോ, നമ്മുടെ ബിഗ് മാമിന് കിട്ടിയ 2 ചാൻസ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ബിഗ് മാം ഒരു പക്ഷേ ഇപ്പോൾ വൺ പീസ് കണ്ടുപിടിച്ച് പൈററ്റ് കിങ് ആയിട്ടുണ്ടാവുമായിരുന്നു. ആ 2 ചാൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് 7K അടിക്കാൻ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ ബിഗ് മാം നമ്മുടെ വൺ ഓഫ് ദ 4 എംപറേഴ്സിൽ ഒരാളാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ കൂടിയാണ്. പക്ഷേങ്കിൽ എന്നിരുന്നാലും നമ്മുടെ ബിഗ് മാമിന് നമ്മുടെ പൈററ്റ് കിങ്ങിൻ്റെ ട്രഷറായിട്ടുള്ള വൺ പീസ് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല, പൈററ്റ് കിങ് ആവാനും പറ്റിയിട്ടില്ല. ഇതിന് കാരണമായി നമ്മുടെ ബിഗ് മാമിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒബ്സ്റ്റിക്കിൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ കായിഡോ അതുപോലെയുള്ള മറ്റുള്ള എംപറേഴ്സും അതുപോലെ തന്നെ നമ്മുടെ റോഡ് പോണിക്ലിപ്സ് കണ്ടുപിടിക്കാൻ പറ്റാത്തതുമാണ്. പക്ഷേങ്കിൽ ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ നമ്മുടെ ബിഗ് മാം വിചാരിച്ചതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ ബിഗ് മാമിന് ഒരു പക്ഷേ പൈററ്റ് കിങ് ആവാൻ പറ്റിയേനെ, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയേനെ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒന്ന് നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് നമ്മുടെ കായിഡോൻ്റെ ഡെവിൽ ഫ്രൂട്ട് നമ്മുടെ കാറ്റഗറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ബിഗ് മാം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കായിഡോ നമ്മുടെ ബിഗ് മാമിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ബിഗ് മാമിനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാറ്റഗറി ആ മോച്ചി കഴിക്കുന്നതിന് പകരം നമ്മുടെ കായിഡോൻ്റെ ഫ്രൂട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. അത് നമുക്കറിയാം, ആ ഫ്രൂട്ട് തന്നെ ഒരു പേഴ്സണ് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പവർ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത മൊമനോസ്കി വരെ ഒരു അഡ്മിറലിനെ കരിച്ച് കളയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാറ്റഗറിയുടെ ഫ്യൂച്ചർ സൈറ്റും അതുപോലെ തന്നെ ആ ഫ്രൂട്ടും കൂടെ ചേർന്നാൽ എത്രമാത്രം ബെറ്റർ ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ലൂഫിയുടെ ജേണി ഓൾ കേക്ക് ഐലൻഡ് വെച്ച് തന്നെ തീർന്നേനെ. അന്ന് കായിഡോ അവിടെ സക്സസ് ആയിട്ടില്ലായിരുന്നെങ്കിൽ ബിഗ് ബാമിൻ്റെ ക്രൂ നമ്മൾ വിചാരിക്കുന്നതിലും പവർഫുള്ളായി മാറിയേനെ. പിന്നെ നമ്മുടെ ബിഗ് ബാമിന് ഉണ്ടാക്കിയ ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ ലോലയാണ്. നമുക്കറിയാം, ലോല നമ്മുടെ ലോക്കിയുമായിട്ട് കല്യാണം ആലോചിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ടൈമിൽ നമ്മുടെ ലോക്കിനെ നമ്മുടെ ലോല റിജക്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ, ലോലേനെ നമ്മുടെ ലോക്കി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ലോക്കിയുടെ പവർ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക്കിയുടെ മുമ്പിൽ കായിഡോ പോലും, എനിക്ക് തോന്നുന്നത് കായിഡോൻ്റെ ഡ്രാഗൺ ഫോം പോലും ലോക്കിൻ്റെ കാലിൻ്റെ അത്ര എങ്ങനെ വരും. വലിപ്പം മാത്രമല്ല, അത്രയും പവർഫുള്ളാണ് നമ്മുടെ ലോക്കി. ആദ്യമൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് മാമിന് ജാൻസിനെ കിട്ടിയിരുന്ന എത്ര വലിയ കാര്യം എന്നൊക്കെ. ജാൻസ് അത്രമാത്രം പവർഫുൾ ആയിട്ടൊന്നുമല്ല അതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോക്കി മാത്രം മതി, മറ്റുള്ള ജാൻസ് ഒന്നും വേണ്ട. ലോക്കിനെ മാത്രം കിട്ടുകയാണെങ്കിൽ തന്നെ ബിഗ് മാമിന് കായിഡോനെയും മറ്റുള്ള 4 എംപറേഴ്സിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കായിഡോൻ്റെ ഡെവിൽ ഫ്രൂട്ട് നമ്മുടെ കാറ്റഗറി ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഇത് രണ്ടും തന്നെ നമ്മുടെ ബിഗ് മാമിൻ്റെ ക്രൂവിനെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ക്രൂ ആക്കി മാറ്റിയിട്ടുണ്ടാവും. ഒരു പക്ഷേ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ വരെ ചാലഞ്ച് ചെയ്യാൻ നമ്മുടെ ബിഗ് മാമിന്, ഒറ്റയ്ക്ക് ചാലഞ്ച് ചെയ്യാൻ നമ്മുടെ ബിഗ് മാമിന് പറ്റുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാറ്റഗറിനെ പോലെ നമ്മുടെ ലോക്കി എന്തായാലും നമ്മുടെ ബിഗ് മാമിന് ലോയലാവാൻ പോകുന്നില്ല. അതാണ് ഇവിടെ ബിഗ് മാമിന് ഉണ്ടാകാൻ പോകുന്ന ഏക പ്രശ്നം. ഇനി നമ്മൾ അത് മാറ്റി നിർത്തി നമ്മളെ ബിഗ് മാമിൻ്റെ കൂടെ നമ്മളെ ലോക്കി ചേരുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ബിഗ് മാമിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കുമെങ്കിലും പറ്റുമെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. മറ്റൊരു ദിവസം മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.